നടി ആക്രമിച്ച കേസിന്റെ വിധിപ്പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. വിധിപ്പകർപ്പ് പുറത്തു വന്നതോടുകൂടി ഞെട്ടിക്കുന്ന പല കാര്യങ്ങളുമാണ് ഇപ്പോൾ ജനങ്ങൾ തന്നെ അറിയുന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടിയായിരിക്കുന്നത് ദിലീപിനും കാവ്യയ്ക്കും തന്നെയാണ്. കാരണം ഈ ഒരു മൊഴിപ്പകർപ്പിൽ കാവ്യ മാധവനും ദിലീപും തമ്മിലുള്ള ബന്ധവും എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഗതിയിലെത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതിജീവിതമായി ശത്രുത ഉണ്ടായിരുന്നില്ലെന്നും മഞ്ജു വാര്യർ ദിലീപ് ബന്ധം തകർത്തത് താനല്ലെന്നുമാണ് കാവ്യ നൽകിയ മൊഴി. എന്നാൽ ദിലീപുമായി സൗഹൃദം എന്നതിലുപരി കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്നു എന്ന കാര്യവും കാവ്യ സമ്മതിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു മൊഴി പകർപ്പിൽ US ഷോയുമായി ബന്ധപ്പെട്ട് അതിജീവിതയും മഞ്ജു വാര്യർ നൽകിയ മൊഴികളിലും കാവ്യമാധവൻ പ്രതികരിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് പലപ്പോഴും ദിലീപും കാവ്യമാധവനും ഒരേ റൂമിൽ ഉണ്ടായിരുന്നത് കണ്ടുവെന്നും ഒരുമിച്ച് ബാത്റൂമിൽ പോയെന്നും ചില മൊഴികളുണ്ടായിരുന്നു. എന്നാൽ താൻ US ഷോയിൽ ഭാമയ്ക്കും അതിജീവിതയ്ക്കും ഒപ്പമാണ് ഒരുമിച്ച് താമസിച്ചതെന്നാണ് കാവ്യമാധവൻ പറയുന്നത്. മാതാപിതാക്കൾക്ക് ഒപ്പമാണ് വന്നതെങ്കിലും ഇവർക്കൊപ്പം റൂം എടുത്ത് താമസിക്കുകയായിരുന്നു. മാത്രമല്ല ഇവയൊക്കെ പലപ്പോഴും ഇന്റർ കണക്റ്റഡ് റൂമുകളായിരുന്നു. കാവ്യയുടെ മൊഴി ഇപ്രകാരമായിരുന്നു പറഞ്ഞിരുന്നത്: അപ്പുറത്തു നിന്നുള്ള ആളുകൾക്ക് ഇപ്പുറത്തേക്ക് വരാൻ എളുപ്പമായിരുന്നുവെന്നും കാവ്യ പറയുന്നു. തന്നെ കാണാൻ ദിലീപ് ഇടയ്ക്കിടെ വരാറുണ്ടായിരുന്നു എന്ന ആരോപണം കാവ്യമാധവൻ തള്ളുകയാണ് ചെയ്തത്. എന്നാൽ ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധം ദിലീപിന്റെ ഫോണിൽ നിന്നും അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ ആദ്യമായി മഞ്ജു വാര്യർ ഫോൺ ചെയ്തത് കാവ്യയുടെ അമ്മ ശ്യാമളയ്ക്കാണ്. ശ്യാമള പറഞ്ഞിരുന്നു ഈ ഒരു ബന്ധം സത്യം തന്നെയാണെന്ന്. എന്നാൽ ഇനി ഒരിക്കലും ദിലീപിന്റെ ജീവിതത്തിൽ കാവ്യ ഉണ്ടാവില്ലെന്ന് ശ്യാമള വാക്കു നൽകി. ആ ഒരു സമയത്ത് നിശാൽ ചന്ദ്രനുമായി വേർപിരിഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു കാവ്യയുടേത്. പക്ഷേ പിന്നീട് നിശാലിന്റെ അടുത്തേക്ക് കാവ്യ പോവുകയും ചെയ്തു. ഈ ഒരു മൊഴിപ്പകർപ്പിന്റെ പൂർണ്ണരൂപം പുറത്തു വന്നതോടുകൂടി ഒരുപാട് പേരാണ് ഇന്ന് കാവ്യമാധവനെ വീണ്ടും തെറി പറഞ്ഞ് രംഗത്ത് വരുന്നത്. പണ്ട് ഇത് ശക്തമായതോടുകൂടിയാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും അപ്രത്യക്ഷമായത്. ഇപ്പോൾ വീണ്ടും കാവ്യക്കെതിരെ രൂക്ഷ സൈബർ ആക്രമണം നടക്കുകയാണ്.